ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 7. ഈസ ജനങ്ങളോടുള്ള ഈ താലീമാത്തെല്ലാം അവസാനിപ്പിച്ച ശേഷം കഫർനാമിലെത്തി. അവിടെ ഒരു ശതാധിപന്റെ ഏറ്റവും ഹബീബായ ഖാദിം രോഗം വന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നിരുന്നു. ശതാധിപൻ ഈസയെപ്പറ്റി കേട്ട് തന്റെ ഖാദിമിനെ ശിഫയാക്കണമെന്ന് തലബ് ചെയ്യാൻ ചില ജൂത ശേഖുമാരെ ഈസയുടെ ഖരീബിൽ അയച്ചു. അവർ ഈസയുടെ ഖരീബിൽ വന്ന് താൽപര്യത്തോടെ തലബ് ചെയ്തു, അങ്ങ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. കാരണം അവൻ നമ്മുടെ ജനത്തെ ഹുബ്ബ് വെക്കുന്നു, നമുക്കൊരു പള്ളിയും പണിയിച്ചു തന്നിരിക്കുന്നു. ഈസ അവരോടുകൂടെ പോയി. ഈസ ബെയ്ത്തിനോട് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ തന്റെ സ്വദീഖുമാരിൽ ചിലരെ അയച്ച് ഈസയോട് പറഞ്ഞു, റബ്ബേ, അങ്ങ് പ്രയാസപ്പെടേണ്ട. അങ്ങ് എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ അസ്ഹാബായവനല്ല. അങ്ങയുടെ ഖരീബിൽ വരുവാൻ ഞാൻ അസ്ഹാബായവനാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. എന്നാൽ അങ്ങയുടെ ഒരു കലാം മാത്രം മതി എൻ്റെ ഖാദിം ശിഫയാകും. ഞാനും സുൽത്തത്തിനു കീഴിലുള്ള ഇൻസാനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരാളോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ഖാദിമിനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. ഈസ അത് കേട്ടിട്ട് അജബിലായി. തൻ്റെ പിന്നാലെ വന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ഈസ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലെ ഈമാനുള്ളവനെ ഞാൻ കണ്ടിട്ടില്ല. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ ബൈത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ആ ഖാദിം ശിഫയായതായി കണ്ടു. അതിനുശേഷം ഈസ നായിം എന്ന മദീനയിലേക്ക് പോകുമ്പോൾ സ്വഹാബികളും വലിയൊരു ജനക്കൂട്ടവും അവൻ്റെ കൂടെ പോയി. അവൻ ബാബുൽ മദീനയിൽ എത്തിയപ്പോൾ ഒരു മയ്യത്ത് ചുമന്നുകൊണ്ട് ചിലർ വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏക മകനായിരുന്നു അവൻ. ആ മദീനയിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. റബ്ബ് അവളെ കണ്ട് മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു, കരയേണ്ട. ഖരീബിൽ ചെന്ന് മയ്യത്ത് കട്ടിലിൽ തൊട്ടു. ആ മയ്യത്ത് കട്ടിൽ ചുമന്നവർ നിന്നു. അപ്പോൾ ഈസ പറഞ്ഞു, യാ ശബാബ്, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. അപ്പോൾ മൗത്തായവൻ ഉടനെ എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി. ഈസ അവനെ അവൻ്റെ ഉമ്മക്ക് തിരികെ നൽകി. എല്ലാവരും അങ്ങേയറ്റം ബേജാറായി അള്ളാഹുവിനെ ഹംദ് ചൊല്ലിക്കൊണ്ട് പറഞ്ഞു, ഒരു വലിയ നബിയെ നമ്മുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു തൻ്റെ ഉമ്മത്തീങ്ങളെ മുസായിദ ചെയ്യാൻ വന്നിരിക്കുന്നു. ഈസയെപ്പറ്റിയുള്ള ഈ അഖ്ബാർ യഹൂദിയയിലും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഇതൊക്കെയും യഹ്യയുടെ സ്വഹാബികൾ യഹ്യയോട് അറിയിച്ചു. അപ്പോൾ യഹ്യ സ്വഹാബികളിൽ 2 പേരെ വിളിച്ചു, വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് റബ്ബിനോട് ചോദിക്കാൻ പറഞ്ഞു. അവർ ഈസയുടെ ഖരീബിൽ ചെന്ന് പറഞ്ഞു, വരാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ മഹമൂദിയക്കാരൻ യഹ്യ ഞങ്ങളെ നിന്റെ ഖരീബിലേക്ക് അയച്ചിരിക്കുന്നു. ആ വക്തിൽ ഈസ വളരെ പേരെ ദീനങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും റൂഹുൻ നജസുകളിൽ നിന്നും ശിഫയാക്കുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. യഹ്യ പറഞ്ഞയച്ചവരോട് ഈസ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യഹ്യയെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ തുഹൂറാകുന്നു, ചെകിടർ കേൾക്കുന്നു, മൗത്തായവർ ഉയർപ്പിക്കപ്പെടുന്നു, മിസ്കീനുകളോട് ഇഞ്ചീലിനെ കുറിച്ചുള്ള വയലു പറയുന്നു. ഞാൻ നിമിത്തം ഈമാനിൽ നിന്ന് തെറ്റിപ്പോകാത്തവൻ നസീബുള്ളവൻ. യഹ്യയുടെ ദൂതന്മാർ പോയപ്പോൾ ഈസ അവനെപ്പറ്റി ജനക്കൂട്ടത്തോട് പറയാൻ തുടങ്ങി, നിങ്ങൾ എന്തു കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റിൽ ആടിയുലയുന്ന ഓടയോ? അല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാണ് നിങ്ങൾ പോയത്? നേർമയുള്ള ഉടുപ്പുകൾ ഉടുത്തവനെയോ? മൊഞ്ചുള്ള ഉടുപ്പ് ഉടുത്ത് മോടിയോടെ ജീവിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണല്ലോ. അതുമല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? ഒരു നബിയെയോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നബിയേക്കാൾ മികച്ചവനെ തന്നെ. അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിനക്ക് മുമ്പേ പോയി നിനക്കായി തുര്യപ്പയൊരുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഹുറുമകളിൽ നിന്ന് ജനിച്ചവരിൽ യഹ്യയേക്കാൾ കബീറായവൻ ആരുമില്ല. എങ്കിലും അള്ളാഹുവിൻ്റെ രാജ്യത്തിലെ ഏറ്റവും ശഹീറായവൻ അവനേക്കാൾ കബീറായവനാണ്. ഇത് കേട്ട് ജനമൊക്കെയും നികുതി പിരിവുകാർ പോലും
യഹ്യയുടെ മഹ്മൂദിയ കബൂൽ ചെയ്തതിനാൽ അള്ളാഹുവിൻ്റെ ത്വരീഖ നീതിയുള്ളതെന്ന് പറഞ്ഞു. ഫരിസേയരും മൂസയുടെ ശരീഅത്തിന്റെ മുഅല്ലിമീങ്ങളും യഹ്യയുടെ മഹ്മൂദിയ കബൂൽ ചെയ്യാതെ അവരെപ്പറ്റിയുള്ള അള്ളാഹുവിൻ്റെ ഫിക്ർ തള്ളിക്കളഞ്ഞു. ഈസ ചോദിച്ചു, ഈ തലമുറയിലെ ഇൻസാനിയത്തിനെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അവർ എന്തിനോട് തുല്യർ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ചൊല്ലിയെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല. അന്ന് അങ്ങാടികളിൽ ഇരുന്ന് പരസ്പരം വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണവർ. എന്ന് അങ്ങാടികളിൽ ഇരുന്ന് പരസ്പരം വിളിച്ചു പറയുന്ന കുട്ടികളെപ്പോലെയാണവർ. മഹ്മൂദിയക്കാരൻ യഹിയ അപ്പം തിന്നാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു. അവനെ റൂഹുൻ നജസ് പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇബ്നുൽ ഇൻസാൻ തിന്നുന്നവനും കുടിക്കുന്നവനുമായി വന്നു. ഇപ്പോഴിതാ തീറ്റപ്രിയനും കുടിയനും നികുതി പിരിവുകാരുടെയും പാപികളുടെയും സദീഖുമായവനെന്ന് നിങ്ങൾ പറയുന്നു. അള്ളാഹുവിൻ്റെ ഹിക്മത്താണ് ശരിയെന്ന് അത് കബൂലാക്കുന്ന എല്ലാവരാലും തെളിയിച്ചിരിക്കുന്നു. ഫരിസേയരിൽ ഒരാൾ ഈസയെ തന്നോടൊത്ത് ഒജീനിക്കാൻ ക്ഷണിച്ചു. ഈസ ആ ഫരിസേയന്റെ ബൈത്തിലേക്ക് ചെന്ന് ഒജീനിക്കാനിരുന്നു. അപ്പോൾ ആ മദീനയിലെ പാപിയായ ഒരു ഹുർമ ഫരിസേയന്റെ ബൈത്തിൽ ഈസ ഒജീനിക്കാനിരിക്കുന്നു എന്നറിഞ്ഞ് വിലയേറിയ ഒരു വെൺകൽ ഭരണി നിറയെ അത്തറുമായി അവിടെ വന്നു. അവൾ ഈസയുടെ പുറകിൽ കാലിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീരുകൊണ്ട് അവൾ ഈസയുടെ കാൽപാദങ്ങൾ നനയ്ക്കുവാൻ തുടങ്ങി. അവളുടെ ഷഹറ് കൊണ്ട് കാൽ തുടക്കുകയും മുത്തുകയും അത്തർ പൂശുകയും ചെയ്തു. ഈസയെ ക്ഷണിച്ച ആ ഫരിസേയൻ ഇതുകണ്ട് കൽബിൽ പറഞ്ഞു, ഇവനൊരു നബി ആയിരുന്നെങ്കിൽ അവനെ തൊടുന്ന ഹുർമ ആരെന്നും ഏത് തരക്കാരിയാണെന്നും അറിയുമായിരുന്നു. ഇവൾ പാപിനിയാണല്ലോ. ഈസ അവനോട് പറഞ്ഞു, ശിമയോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മുഅല്ലിം പറഞ്ഞാലുമെന്ന് അവൻ പറഞ്ഞു. പണം വായ്പ കൊടുക്കുന്ന ഒരാളോട് 2 പേർ വായ്പ വാങ്ങിയിരുന്നു. ഒരാൾ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. കടം വീട്ടാൻ അവർക്ക് കഴിവില്ലാത്തത് കൊണ്ട് 2 പേരുടെയും കടങ്ങൾ തിരിച്ചു വാങ്ങാതെ ഒഴിവാക്കി കൊടുത്തു. ആ 2 പേരിൽ ആരാണ് വായ്പക്കാരനെ കൂടുതൽ ഹുബ്ബ് വെക്കുക? ശിമയോൻ പറഞ്ഞു, ആരുടെ കടമാണോ അവൻ കൂടുതൽ ഒഴിവാക്കി കൊടുത്തത് അവനായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസ പറഞ്ഞു, നീ സ്വഹീഹായി തന്നെ ഹിസാബ് ചെയ്തിരിക്കുന്നു. പിന്നെ ഈസ ആ ഹുർമയുടെ നേരെ തിരിഞ്ഞ് ശിമയോനോട് പറഞ്ഞു, നീ ഈ ഹുർമയെ കാണുന്നല്ലോ. ഞാൻ നിന്റെ ബൈത്തിൽ വന്നു. കാലു ഗുസൽ ചെയ്യാൻ നീ എനിക്ക് വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാലു ഗുസൽ ചെയ്യുകയും ഷേറ് കൊണ്ട് തുടക്കുകയും ചെയ്തു. നീ എനിക്ക് മുത്തം തന്നു എന്നെ കബൂൽ ചെയ്തില്ല. എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ഇവൾ എൻ്റെ കാൽ മുത്തിക്കൊണ്ടേയിരിക്കുന്നു. നീ എൻ്റെ തലയിൽ ജെയ്ത്ത് പൂശിയില്ല. ഇവളോ എൻ്റെ കാലുകളിൽ അത്തർ പൂശിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപം ഞാൻ പൊറുത്തിരിക്കുന്നു. ഇവൾ അധികം എന്നെ ഹുബ്ബ് വെച്ചുവല്ലോ. ആരോട് കുറച്ച് സബൂറാക്കുന്നുവോ അവൻ കുറച്ചു മാത്രം ഹുബ്ബ് വെക്കുന്നു. ഈസ അവളോട് പറഞ്ഞു, നിന്റെ പാപം പൊറുത്തിരിക്കുന്നു. ഈസയോട് കൂടെ ഒജീനിക്കാനിരുന്നവർ പരസ്പരം പറയാൻ തുടങ്ങി, പാപങ്ങളും പൊറത്തു കൊടുക്കുന്ന ഇവൻ ആരാണ്? ഈസ ഹുർമയോട് പറഞ്ഞു, നിന്റെ ഈമാൻ നിന്നെ ഇഖ്ലാസിലാക്കിയിരിക്കുന്നു. സലാമത്തോടെ പോവുക.